പലപ്പോഴും മനുഷ്യൻ ദൈവത്തെ ഓർക്കുന്നത് ദുഃഖം വന്നാൽ മാത്രമാണ്. സന്തോഷത്തിൽ നമ്മൾ നമ്മളെ തന്നെ ദൈവമെന്ന് കരുതും. പക്ഷെ കണ്ണീരു വരുമ്പോൾ, ഹൃദയം തകർന്നാൽ, ജീവിതം വഴിയില്ലാത്തിടത്തെത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നത്, എന്റെ ദൈവമേ. ആ വിളി ഒരിക്കലും വെറുതെയാകുന്നില്ല. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച വേദനകൾ, നഷ്ടങ്ങൾ, അപമാനങ്ങൾ, തകർച്ചകൾ ഇവയെല്ലാം ഇന്ന് നിങ്ങൾ ഇവിടെയിരുന്ന് കേൾക്കാൻ കഴിയുന്ന ഒരാളായി നിങ്ങളെ മാറ്റിയിട്ടുണ്ട്. അന്ന് നിങ്ങൾ കരഞ്ഞ രാത്രികളിൽ, നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിയ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, എന്റെ ദൈവം എന്നെ മറന്നോ? പക്ഷെ സത്യം പറയട്ടെ, ദൈവം നിങ്ങളെ മറന്നില്ല. മറിച്ച് നിങ്ങൾ തകർന്നു പോകാതെ നിലനിൽക്കാൻ കഴിയുന്നത്ര ശക്തനാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു ശക്തി വളരുകയായിരുന്നു. അതാണ് ഭഗവാന്റെ അനുഗ്രഹം. നമ്മൾ പലപ്പോഴും ചോദിക്കും, ദൈവമുണ്ടെങ്കിൽ ഇതെന്തിന്? ഈ ചോദ്യം ചോദിക്കാത്ത ഒരു മനുഷ്യനുമില്ല. പക്ഷെ ദൈവം ഒരിക്കലും ജീവിതം മുൾമുനയില്ലാതെ വാഗ്ദാനം ചെയ്തിട്ടില്ല. അവൻ വാഗ്ദാനം ചെയ്തതൊരു കാര്യമാണ്, നീ വീണാൽ ഞാൻ നിന്നെ ഉയർത്തും. നിങ്ങൾ ഇന്നിവിടെ എത്തിയത്, നിങ്ങൾ ഇന്നും പ്രതീക്ഷ കൈവിടാതെ ജീവിക്കുന്നത്, നിങ്ങൾ ഇന്നും ഉള്ളിലൊരു വിശ്വാസം സൂക്ഷിക്കുന്നത്, ഇതൊന്നും യാദൃശികമല്ല. ഇതെല്ലാം ഭഗവാന്റെ കയ്യൊപ്പു പതിഞ്ഞ സംഭവങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ചിന്തിക്കുക. നിങ്ങൾ കടന്നുവന്ന വഴികൾ, നിങ്ങൾ തളർന്ന നിമിഷങ്ങൾ, നിങ്ങൾക്കെല്ലാം തീർന്നു എന്ന് തോന്നിയ സമയങ്ങൾ. അന്നും നിങ്ങൾ ജീവിച്ചിരുന്നു, അന്നും നിങ്ങൾ ശ്വാസമെടുത്തിരുന്നു, അന്നും എന്തോ ഒരു കാര്യം നിങ്ങളെ മുന്നോട്ട് നയിച്ചിരുന്നു. അതെന്താണ്? അതാണ് ദൈവത്തിന്റെ കൈപ്പിടി. നമ്മൾ കാണാത്ത, പക്ഷെ ഒരിക്കലും വിട്ടുപോകാത്ത ഒരു കൈ. ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും വലിയ മിറക്കിൾസായി വരണമെന്നില്ല. പലപ്പോഴും അതൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടലായി വരും. ചിലപ്പോൾ ഒരാൾ ജീവിതത്തിൽ നിന്ന് പോയത് മറ്റൊരു വലിയ തകർച്ച ഒഴിവാക്കാനായിരിക്കും. ചിലപ്പോൾ കിട്ടാതെ പോയ അവസരം ഭാവിയിൽ വരുന്ന വലിയ വേദനയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ടാവാം. അന്നത് മനസ്സിലാകില്ല. പക്ഷെ സമയം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളറിയും, അത് ദൈവം എന്നെ സംരക്ഷിച്ച വഴിയായിരുന്നു. ഇന്ന് നിങ്ങൾ വിഷമത്തിലാണെങ്കിൽ, ഇന്ന് നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ, ഇന്ന് നിങ്ങൾക്കൊന്നിലും രുചിയില്ലെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ നിങ്ങളെ ഒരുക്കുകയാണ്. വലിയ അനുഗ്രഹങ്ങൾക്ക് മുൻപായി മനുഷ്യനെ ശാന്തനാക്കും, വിനയനാക്കും, ശക്തനാക്കും. ആ തയ്യാറെടുപ്പാണ് നമ്മൾ പരീക്ഷണമെന്ന് വിളിക്കുന്നത്. അതിനെ ശിക്ഷയായി കാണരുത്. അത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഇന്നത്തെ ഈ നറേഷൻ ഒരു കഥ മാത്രമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തോട് സംസാരിക്കുന്ന ഒരു വിളിയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ കൈവിടപ്പെട്ടവനല്ല. നിങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ട്, ഉണ്ടായിരുന്നു, ഉണ്ടാകും. ഈ വിശ്വാസത്തോടെയാണ് നമുക്ക് ഈ യാത്ര തുടങ്ങുന്നത്. ശാന്തമായി കേൾക്കൂ, തുറന്ന മനസ്സോടെ സ്വീകരിക്കൂ. കാരണം ദൈവം ഇന്ന് നിങ്ങളുടെ ഉള്ളോട് സംസാരിക്കാൻ പോകുകയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എനിക്ക് ദൈവാനുഗ്രഹമുണ്ടോ? സന്തോഷം വന്നാൽ നമ്മളത് മറക്കും, പക്ഷേ ദുഃഖം വന്നാൽ ഉടനോർക്കും. ജോലി നഷ്ടപ്പെടുമ്പോൾ, ബന്ധങ്ങൾ തകരുമ്പോൾ, ആരോഗ്യം കൈവിടുമ്പോൾ മനുഷ്യൻ ആകാശത്തേക്ക് നോക്കി ചോദിക്കും, എന്റെ ദൈവമേ, നീ എവിടെയാണ്? എന്നാൽ സത്യമെന്തെന്നാൽ ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഒരു ശ്വാസം പോലും ഈ ശരീരത്തിൽ ചലിക്കില്ല. നമ്മളത് കാണുന്നില്ല എന്നതേയുള്ളൂ. അനുഗ്രഹമെന്നത് പെട്ടെന്ന് ലഭിക്കുന്നൊരു സമ്മാനമല്ല, മറിച്ച് ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും നിശബ്ദമായി ഒഴുകുന്ന ഒരു ദൈവിക സാന്നിധ്യമാണ്. പലർക്കും തോന്നും, വലിയ നേട്ടങ്ങൾ ലഭിച്ചാൽ മാത്രമേ ദൈവാനുഗ്രഹമുണ്ടാകൂ എന്ന്. എന്നാൽ ഭഗവാൻ അങ്ങനെയൊന്നും നോക്കിയില്ല. ഒരമ്മ തന്റെ കുഞ്ഞിനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നു. കുഞ്ഞു വീണാലും അമ്മ കൈവിടില്ല. മനുഷ്യൻ പാപം ചെയ്താലും തെറ്റു ചെയ്താലും ദൈവം അവനെ കൈവിടുന്നില്ല. മറിച്ച് എപ്പോൾ അവൻ മാറും എന്ന് കാത്തിരിക്കുകയാണ് ഭഗവാൻ. ആ കാത്തിരിപ്പാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഭഗവാന്റെ അനുഗ്രഹം പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ വരില്ല. നമ്മൾ ചോദിക്കുന്നത് സ്വർണമാണെങ്കിൽ ദൈവം നൽകുന്നത് ബുദ്ധിയാകാം. നമ്മൾ ചോദിക്കുന്നത് വിജയമാണെങ്കിൽ ദൈവം നൽകുന്നത് സഹനമായിരിക്കും. അന്ന് നമ്മൾ കരയും, നിരാശപ്പെടും. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും, അന്ന് കിട്ടാതിരുന്നതാണ് നമ്മുടെ ജീവിതത്തെ രക്ഷിച്ചതെന്ന്. അതാണ് ദൈവാനുഗ്രഹത്തിന്റെ ആഴം. അനുഗ്രഹമുള്ള ജീവിതമാണ് ഏറ്റവും കൂടുതൽ പരീക്ഷകൾ നേരിടുന്നത്. സ്വർണം തീയിൽ വെച്ചാണ് ശുദ്ധമാകുന്നത്. അതുപോലെ മനുഷ്യന്റെ വിശ്വാസം, സഹനം, വിനയം എല്ലാം പരീക്ഷകളിലൂടെയാണ് പാകപ്പെടുന്നത്.
നമ്മൾ തളരുന്ന ഓരോ രാത്രിയിലും നമ്മൾ അറിയാതെ തന്നെ ഭഗവാൻ നമ്മളെ ശക്തരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടുറങ്ങുമ്പോൾ ദൈവം അവന്റെ വിധി മാറ്റുന്നുവെന്ന് നമ്മൾ കാണുന്നില്ല. ഒരമ്മയുടെ കണ്ണീരിൽ ഒളിഞ്ഞുകിടക്കുന്ന പ്രാർത്ഥന, ഒരച്ഛന്റെ നിശബ്ദമായ ആഗ്രഹം, ഒരു ഭക്തന്റെ ഉള്ളറയിലെ വിളി, ഇവയെല്ലാം ദൈവത്തിന്റെ കാതുകളിൽ എത്തുന്നുണ്ട്. മറുപടി വൈകുന്നുവെന്ന് തോന്നാം, പക്ഷേ മറുപടി ഒരിക്കലും ഇല്ലാതാവില്ല. സമയമാണ് ദൈവത്തിന്റെ ഭാഷ. പലപ്പോഴും ദൈവം നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്തുകളയും. അപ്പോൾ നമ്മൾ കരയും, കുറ്റം പറയും, എന്നെ എന്തിന് ദൈവം ശിക്ഷിച്ചുവെന്ന് ചോദിക്കും. എന്നാൽ ഭഗവാൻ ശിക്ഷിക്കുന്നില്ല, രക്ഷിക്കുകയാണ്. നമ്മൾ അമിതമായി ആശ്രയിച്ചിരുന്ന ഒന്നിൽ നിന്നാണ് അവൻ നമ്മളെ വിടുവിക്കുന്നത്. ആ വേർപാട് വേദനിപ്പിക്കും, പക്ഷേ അതിനുശേഷം ഉണ്ടാകുന്ന ശാന്തിയാണ് യഥാർത്ഥ അനുഗ്രഹം. ദൈവാനുഗ്രഹം തിരിച്ചറിയാൻ ശുദ്ധമായൊരു മനസ്സ് വേണം. ഉള്ളിൽ അസൂയ നിറഞ്ഞിരിക്കുമ്പോൾ, അഹങ്കാരം നിറഞ്ഞിരിക്കുമ്പോൾ, പരാതികൾ മാത്രം പറയുമ്പോൾ അനുഗ്രഹം നമ്മുടെ മുന്നിലുണ്ടായാലും കാണാനാവില്ല. എന്നാൽ നന്ദിയുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങളിലും ദൈവത്തിന്റെ കൈപ്പിടി കാണാം. ഇന്നലെക്കാൾ ഇന്നും ജീവനോടെ ഉണർന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. ഭഗവാന്റെ അനുഗ്രഹമുള്ള ജീവിതത്തിൽ പൂർണ്ണമായ സന്തോഷമുണ്ടാകണമെന്നില്ല. പക്ഷേ ഏതു ദുഃഖത്തിനിടയിലും തകർന്നു പോകാതെ നിലനിൽക്കുന്ന ഒരു ശക്തിയുണ്ടാകും. മറ്റുള്ളവർ തളരുന്നിടത്ത് നിങ്ങൾ നിൽക്കുന്നത്, മറ്റുള്ളവർ കൈവിടുന്നിടത്ത് നിങ്ങൾ മുന്നോട്ടു പോകുന്നത്, അതാണ് ദൈവാനുഗ്രഹത്തിന്റെ അടയാളം. അതൊരു ശബ്ദമല്ല, ഒരനുഭവമാണ്. ദൈവം നമ്മളോട് ഒരു കാര്യവും ചോദിക്കുന്നില്ല. നിനക്കെല്ലാം ഉണ്ടോ എന്നല്ല, നിനക്ക് വിശ്വാസമുണ്ടോ എന്നതാണ് അവന്റെ ചോദ്യം. എല്ലാം കൈവശമുള്ളവനും ശൂന്യനാകാം, ഒന്നുമില്ലാത്തവനും സമ്പൂർണനാകാം. വിശ്വാസമുള്ള മനുഷ്യനെ ദൈവം ഒരിക്കലും വഴിയില്ലാത്തിടത്ത് നിർത്തുകയില്ല. അവിടെയും ഒരു വഴി അവൻ സൃഷ്ടിക്കും. ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ജീവിതമെന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല, മറിച്ച് പ്രശ്നങ്ങൾ വന്നാലും ഭയപ്പെടാത്ത ജീവിതമാണ്. കാരണം ഉള്ളിലൊരു ഉറച്ച വിശ്വാസമുണ്ട്, എന്റെ ദൈവം എനിക്കെതിരല്ല. ഈ വിശ്വാസമാണ് മനുഷ്യനെ വീണ്ടും വീണ്ടും ഉയർത്തുന്നത്. ലോകം കൈവിട്ടാലും ദൈവം കൈവിടില്ല എന്ന ഉറപ്പ്. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല ചിന്തയും, ഓരോ സ്നേഹപ്രവൃത്തിയും, ഓരോ ക്ഷമയും, അതെല്ലാം ദൈവാനുഗ്രഹത്തെ കൂടുതൽ ശക്തമാക്കുന്നു. ദൈവം നമ്മളിൽ നിന്ന് വലിയ പൂജകൾ പ്രതീക്ഷിക്കുന്നില്ല. നല്ല മനുഷ്യരാകണമെന്നാണ് അവന്റെ ആഗ്രഹം. മറ്റൊരാളുടെ കണ്ണീർ തുടച്ച ഒരു കൈ, ഒരാളെ ആശ്വസിപ്പിച്ച ഒരു വാക്ക്, അതാണ് യഥാർത്ഥ ആരാധന. ജീവിതത്തിന്റെ അവസാനം മനുഷ്യൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവന് മനസ്സിലാകും, താൻ കരഞ്ഞ ദിവസങ്ങളാണ് തന്നെ ശക്തനാക്കിയതെന്നും കിട്ടാതിരുന്ന കാര്യങ്ങളാണ് തന്റെ ജീവിതത്തെ രക്ഷിച്ചതെന്നും. അപ്പോൾ അവൻ ഹൃദയത്തിൽ നിന്ന് പറയുന്നൊരു വാക്കുണ്ടാകും, എന്റെ ദൈവമേ, നീ എല്ലായ്പ്പോഴും എന്റെ ഒപ്പമുണ്ടായിരുന്നു. അതെ, നിങ്ങൾ എന്നെ ശ്വാസമെടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്നും പ്രതീക്ഷയോടെ മുന്നോട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല. ഭഗവാന്റെ അനുഗ്രഹം ഈ നിമിഷം പോലും നിങ്ങളോടൊപ്പമാണ്. ഈ നിമിഷം വരെ നിങ്ങൾ ഈ വാക്കുകൾ കേട്ടു തീർത്തുവെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. കാരണം ദൈവം വിളിക്കാതെ ഒരാൾ ഇവിടെ എത്താറില്ല. നിങ്ങളിവിടെ എത്തിയതും, നിങ്ങൾ ഇത്രയും സമയം കേട്ടതും, നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു ശാന്തി അനുഭവപ്പെട്ടതുമുണ്ടെങ്കിൽ അതാണ് അനുഗ്രഹത്തിന്റെ പ്രവർത്തനം. ദൈവം വലിയ ശബ്ദത്തിൽ സംസാരിക്കില്ല, അവൻ ഉള്ളിലെ നിശബ്ദതയിലാണ് സംസാരിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾ ഇനി മുന്നോട്ടു പോകുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വരും, വീണ്ടും കണ്ണീർ വരും, വീണ്ടും സംശയങ്ങൾ ഉയരും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്കിന്നുവരെ ദൈവം നിങ്ങളെ കൊണ്ടുവന്ന വഴികൾ, നിങ്ങൾ തകർന്നു പോകേണ്ടിടത്ത് നിന്നിരുന്ന നിമിഷങ്ങൾ, നിങ്ങൾക്കെല്ലാം നഷ്ടമായി എന്ന് തോന്നിയപ്പോഴും എന്തോ ഒരു കാര്യം ബാക്കിവെച്ച ദൈവത്തിന്റെ കണക്കുകൂട്ടൽ, അതാണ് അനുഗ്രഹം. അതൊരിക്കലും തീരുന്നില്ല. നിങ്ങൾ ഇന്നേവരെ ചോദിച്ച പ്രാർത്ഥനകളെല്ലാം നിറവേറ്റപ്പെട്ടില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജീവിതകഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല. ദൈവം ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ചില പേജുകൾ കണ്ണീരിൽ നനഞ്ഞിരിക്കാം, ചില അധ്യായങ്ങൾ വേദന നിറഞ്ഞതാകാം. പക്ഷേ അവസാന അധ്യായം സ്നേഹത്തോടെയും ശാന്തിയോടെയുമാകും. കാരണം ദൈവമൊരിക്കലും പകുതിയിൽ കഥ ഉപേക്ഷിക്കില്ല. ഇന്നു മുതൽ ഒരു കാര്യം ശ്രമിക്കുക, കിട്ടാത്തതിനേക്കാൾ കിട്ടിയതിനെ നന്ദിയോടെ നോക്കാൻ, ഇല്ലാത്തതിനേക്കാൾ ഉള്ളതിനെ കാത്തുസൂക്ഷിക്കാൻ, മറ്റുള്ളവരുടെ ജീവിതം നോക്കി സ്വന്തം ജീവിതം ചെറുതാക്കാതിരിക്കാൻ. ഓരോ ദിവസവും ഉണരുമ്പോൾ ഉള്ളിൽ പറയുക, എന്റെ ദൈവമേ, ഇന്നും ഞാൻ ജീവിക്കുന്നു, നന്ദി.
ഈയൊരു നന്ദിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങളുടെ തുടക്കം. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്ന രാത്രികളിൽ ഈ വാക്കുകൾ ഓർക്കുക. ദൈവം ഉറങ്ങുന്നില്ല. നിങ്ങൾ കരഞ്ഞ കണ്ണീരിന്റെ ഓരോ തുള്ളിയും അവൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അടച്ചിട്ട ഹൃദയത്തിന്റെ ഓരോ മുറിവും അവൻ അറിയാം. നിങ്ങൾക്ക് പറയാൻ കഴിയാത്ത വേദനകൾ പോലും അവന്റെ അറിവിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നും പ്രതീക്ഷ വിട്ടുകളയാത്തത്. ജീവിതം നിങ്ങളോട് കഠിനമായി പെരുമാറിയാലും ദൈവം നിങ്ങളോടൊരിക്കലും ക്രൂരനാകില്ല. അവൻ പഠിപ്പിക്കും, ശിക്ഷിക്കില്ല. വഴിതെറ്റിയാൽ തിരിച്ചു കൊണ്ടുവരും, ഉപേക്ഷിക്കില്ല. നിങ്ങൾ അവനെ വിളിക്കാതിരുന്നാലും അവൻ നിങ്ങളെ കാത്തിരിക്കും. കാരണം ഭഗവാന്റെ അനുഗ്രഹം ഒരു നിമിഷത്തേക്കുള്ളതല്ല, അത് ജീവിതം മുഴുവൻ കൂടെ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ ശാന്തിയെങ്കിലും ഉണ്ടെങ്കിൽ അതീ വാക്കുകളുടെ കഴിവല്ല, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നത് നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്നതേയുള്ളൂ. മുന്നോട്ടു പോകൂ, ഭയപ്പെടാതെ പോകൂ. നിങ്ങൾ വീണാൽ ഉയർത്താൻ, നിങ്ങൾ കരഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ, നിങ്ങൾ കൈവിടുമ്പോൾ പിടിച്ചു നിർത്താൻ. ഭഗവാന്റെ അനുഗ്രഹം എന്നും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്.